നമുക്ക് ഇന്ന് രാവിലെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം അനുവദിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മൾ എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫാണ് നമ്മൾ ചിന്തയ്ക്കായിട്ട് വായിച്ചത്, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ളതായ ഒരു ചെറിയ സമ്മറി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിന്റെ ശേഷം നമ്മൾ എഫേസോസിലെ സഭയുടെ ഗുണങ്ങൾ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അതില് ഒരു കാര്യമേ നമ്മൾ പറഞ്ഞുള്ളൂ: സ്നേഹം, വിശ്വാസം, തീഷ്ണത എന്നിവ പ്രവൃത്തികളിലൂടെ അവർ പ്രകടമാക്കി. ഇന്ന് നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് കടന്നു വരികയാണ്. രണ്ടാമത്തേത് അവരുടെ അധ്വാനവും ക്ഷമയും. 2-ാം വാക്യത്തില് ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും അറിയുന്നു. അവർക്ക് ഉണ്ടാകുന്ന ഞെരുക്കങ്ങളുടെ നടുവിലെല്ലാം വളരെ സഹിഷ്ണുതയോടെ അല്ലെങ്കിൽ ക്ഷമയോടെ നിൽപ്പാൻ അവർക്ക് കഴിയുമായിരുന്നു. അതൊരു സഭയുടെ വിജയമാണ്. അധ്വാനിക്കുക എന്നുള്ളത് വളരുന്ന ഒരു സഭയുടെ പ്രത്യക്ഷമായ ലക്ഷണമാണ്. തമ്മിൽ തമ്മിൽ ക്ഷമിക്കാൻ സാധിക്കുക എന്നുള്ളത് സഭയുടെ ഒരു ക്വാളിറ്റിയാണ്. ഇത് രണ്ടുമാണ് ഒരു സഭ വളരുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ. ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, സ്നേഹം, വിശ്വാസം, തീഷ്ണത, ഇത് മൂന്നും കൈമുതലായിരുന്നു എഫേസ്യോസിലെ സഭയ്ക്ക്. വളരെ ദൃഢതയോടെ സഭാ മക്കൾ ശക്തിയോടെ നിന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അധ്വാനിക്കുക, ക്ഷമിക്കുക. നമ്മൾ ഒരു കാര്യം ഓർക്കണം: ഏത് ശുശ്രൂഷയിൽ നിന്നാലും, ഏത് കൂട്ടായ്മയോട് ചേർന്ന് നിന്നാലും, ഏത് കുടുംബത്തിലെ അംഗമായാലും അവരവർക്ക് പറ്റുന്നത് പോലെ അതിനകത്ത് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ് അതിൻ്റെ ഫലം അനുഭവിക്കുന്നതും അതിൻ്റെ സന്തോഷം അനുഭവിക്കുന്നതും. അധ്വാനിക്കണം. നമ്മൾ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് നമ്മളെങ്കിൽ ആ പ്രസ്ഥാനത്തിന് വേണ്ടി കർത്താവിന്റെ നാമത്തിൽ നാം അധ്വാനിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു സഭയുടെ മെമ്പറാണെങ്കിൽ ആ സഭയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ അതിൽ നമ്മൾ അധ്വാനിക്കണം. നമ്മളൊരു വീട്ടിലെ അംഗമാണല്ലോ, നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കണം. ഒരു വീട്ടിൽ ഒരു സ്ത്രീ രാവിലെ മുതൽ, അതിരാവിലെ ഒരു 5 മണി 5:30 ആകുമ്പോൾ മുതൽ വീട്ടിൽ അടുക്കളയിൽ പണി കയറിയാൽ വൈകുന്നേരം വരെ ചെയ്യുന്ന പണി, അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുപോലെ അധ്വാനിക്കും ഒരു കുടുംബം നിലനിന്ന് പോകാനായിട്ട്. ഭർത്താവ് പുറമെ മറ്റു കാര്യങ്ങളിൽ അധ്വാനിക്കും. മക്കളെല്ലാവരും ഒരുമിച്ച് ഐക്യതയോടെ അധ്വാനിച്ചാൽ ആ കുടുംബം ഐശ്വര്യമായിട്ട് നിലനിൽക്കും. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ആ ഒരു ക്വാളിറ്റി എഫേസോസിലെ സഭയ്ക്ക് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം ഇതാണ്: തിന്മയോടുള്ള വെറുപ്പ്. തിന്മയോടുള്ള വെറുപ്പ്. 1, സ്നേഹം, വിശ്വാസം, തീഷ്ണത എന്നിവ പ്രവൃത്തികളിലൂടെ പ്രകടമാക്കി. 2, അവരുടെ അധ്വാനവും ക്ഷമയും. 3, തിന്മയോടുള്ള വെറുപ്പ്. 4, വ്യാജ അപ്പസ്തോലന്മാരെ പരീക്ഷിക്കുന്നതിലുള്ള തീഷ്ണത. 5,
പീഡനത്തിന് കീഴിലുള്ള തീഷ്ണത. 6 വിശ്വാസ സ്ഥിരത. 7 നിക്കോലാവ്യരുടെ നടപ്പ് പകയ്ക്കുന്നു. ഇങ്ങനെ 7 ഗുണങ്ങളാണ് എഫേസോസിലെ സഭയെ കുറിച്ച് പറയാനുള്ളത്. നിക്കോലാവ്യർ എന്ന് പറയുന്നത് നിക്കോലാവ്യം മതസ്ഥാപകനായ ഒരു നിക്കോലാവോസ് ഉണ്ട്. അദ്ദേഹം അന്ത്യോക്യക്കാരനായ ഒരു യഹൂദ മതാനുസാരിയായിരുന്നു. അദ്ദേഹം യഹൂദന്മാരിൽ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ, ലേവ്യർ, സാമാന്യ ജനം എന്നീ സ്ഥാന ഭേദങ്ങൾ ക്രിസ്തീയ സഭയിലും കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. യഹൂദന്മാരിലുണ്ടായിരുന്ന പുരോഹിതന്മാർ, ലേവ്യർ, സാമാന്യ ജനം എന്നീ സ്ഥാനഭേദങ്ങൾ ക്രിസ്തീയ സഭയിലും നടപ്പാക്കുവാൻ ശ്രമിച്ചു. ഒരേ നിലയിലുള്ള സഭാ മക്കളിൽ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാകേണ്ടതിനെ കുറിച്ച് സഭയിൽ ഉപദേശങ്ങളെ അഴിച്ചുവിട്ടു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 20:29-30 ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, കൊടിയ ചെന്നായ്ക്കൾ. അത് വായിക്കുമ്പോൾ കാണാം. ഈ കൊടിയ ചെന്നായ്ക്കൾ എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത് ഈ നിക്കോലാവ്യരെ കുറിച്ച് ആണ്. ആസിയയിലെ ഒരു വൻ നഗരമായ എഫേസോസിൽ വിശുദ്ധ പൗലോസ് ആരംഭിച്ച സഭയിൽ, എഫേസോസ് സഭയിൽ ഇതുപോലെയുള്ള ദുരുപദേശങ്ങളെ നിക്കോലാവോസ് കടത്തിവിട്ടു. ദൈവമക്കളെ, 7 ഗുണങ്ങൾ എഫേസോസിലെ സഭയെ കുറിച്ച് കർത്താവിന് പറയാനായിട്ടുണ്ടെങ്കിലും ഒരു കുറ്റം വളരെ ഗൗരവത്തോടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. 7 ഗുണങ്ങൾ എഫേസോസിലെ സഭയ്ക്കുണ്ടെങ്കിലും ഒരു തെറ്റുണ്ട്. അതിതാണ് 4-ാം വാക്യത്തില്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനായിട്ട് ഉണ്ട്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. എന്താണ് ഈ ആദ്യ സ്നേഹം? മനുഷ്യന്റെ സ്നേഹത്തിനെല്ലാം പല ഘട്ടങ്ങളുണ്ട്. സ്ഥിരമല്ല നമ്മുടെ സ്നേഹമൊന്നും. ഇന്നത്തെ സ്നേഹിതൻ നാളത്തെ ശത്രുവാകും. ഇന്നത്തെ സ്നേഹിതൻ നാളത്തെ ചതിയനാകും. ഇന്നത്തെ സ്നേഹിതൻ നാളത്തെ ദുരുപദേഷ്ടാകാം. മനുഷ്യന്റെ സ്നേഹം എപ്പോഴും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളുടെ ഇന്റർനെറ്റ് പോലെയാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഈ
ഡിവൈസിൽ സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്ക് എഴുതി കാണിക്കും. നിങ്ങളുടെ ഇന്റർനെറ്റ് അതിന്റെ കണക്ഷൻ സ്റ്റേബിൾ അല്ല എന്ന് കാണിക്കും. അത് കാണിച്ചിട്ട് ഉടനെ എല്ലാവരുടെയും ഫോട്ടോ മങ്ങും, ആരെയും കാണാൻ പറ്റുകയില്ല. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എല്ലാം തെളിഞ്ഞു വരും. അതിങ്ങനെ തെളിഞ്ഞും ഒളിഞ്ഞും മാറിയും മറിഞ്ഞു നിൽക്കും, സ്ഥിരമല്ല. എൻ്റെ മാത്രമല്ല, നമ്മളുടെ എല്ലാവരുടെയും സിസ്റ്റത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ സ്നേഹം. അങ്ങനെയാണ്. അത് എന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ സ്നേഹം അങ്ങനെയാണ്. എന്നാൽ ദൈവമക്കളെ, ദൈവത്തിന്റെ സ്നേഹം അങ്ങനെയല്ല. ഒരിക്കലും അവൻ സ്നേഹിച്ചാൽ അവസാനം വരെ സ്നേഹിക്കും. നമ്മൾ എത്ര കാലം അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കും. അത് അവന്റെ സ്നേഹത്തിന്റെ പ്രത്യേകതയാണ്. അവൻ ഒരിക്കലും നമ്മളെ വെറുക്കുന്നില്ല. അവൻ പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. അത് അവന്റെ നേച്ചറാണ്, അത് അവന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. അതാണ് നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത. ഞാൻ ആദ്യ സ്നേഹത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞില്ല, എനിക്കറിയാം. ഒരു വിവാഹം കഴിക്കുമ്പോ വിവാഹത്തിന്റെ ആദ്യ നാളുകൾ ഭയങ്കര സ്നേഹമായിരിക്കും. ഒരു പാത്രത്തിൽ നിന്നേ കഴിക്കൂ, ഒരു കുട ചൂടിയെ പോകൂ, പിന്നെ ചെരുപ്പേ ചവിട്ടി നടക്കും. നമ്മൾ തന്നെ ഓർത്തു നോക്കിയാൽ മതി നമ്മളുടെ വിവാഹത്തിന്റെ ആദ്യ നാളുകൾ. ചിലരൊക്കെ മറന്നോന്ന് അറിയാൻ പാടില്ല. അപ്പോ ചിലതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. എങ്കിലും വിവാഹത്തിന്റെ ആദ്യ നാളുകൾ ഒരു 6 മാസം ഒക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. എല്ലാം ഒന്നിച്ച്, എല്ലാം ഒരുമിച്ച്, നടക്കുന്നതും പോകുന്നതും ഒരു വണ്ടിക്കായിരിക്കും പോകുള്ളൂ, ഒരു ബസ്സിനെ പോകുള്ളൂ, എവിടെ പോവുകയാണെങ്കിലും ഒരുമിച്ചേ പോകുള്ളൂ. പക്ഷെ ഒരു 6 മാസം കഴിയുമ്പോ ഈ കാര്യത്തിനെല്ലാം വ്യത്യാസം വന്നു തുടങ്ങും. ഒരു കുടയ്ക്ക് 2 കുടയാവും. പിന്നെ കുറച്ച് കഴിയുമ്പോ നീ അങ്ങ് പോരെ, ഞാൻ ബസ് സ്റ്റോപ്പിൽ കാണാമെന്നാകും. പിന്നെ അത് കുറച്ച് കഴിയുമ്പോ നീ ഉണ്ടാക്കിയ കറി എനിക്ക് ഇഷ്ടമല്ല എന്നാവും. പിന്നെ അത് കുറച്ചും കൂടി കഴിയുമ്പോ നീ എന്താ കാണിച്ചേ എന്നാകും. പിന്നെ അങ്ങനെ 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 അങ്ങ് ആ ആദ്യ നാളിലെ സ്നേഹം മെല്ലെ 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 തണുത്ത് വരും. ചിലപ്പോ ഏറ്റവും അവസാനം ഡിവോഴ്സിന്റെ വക്കിലെത്തും. ചിലപ്പോ കോടതിയിൽ ഫേസ് ടു ഫേസ് രണ്ടുപേരും വരും. ചെയ്ത കുറ്റങ്ങളെല്ലാം ഇരുന്ന് പറയും. എവിടെ പോയി? ആദ്യ നാളിലെ സ്നേഹത്തിൽ നിന്ന് വീണ് അതോ ഗതിയായി മാറി. ഹണിമൂൺ പീരീഡ് അങ്ങ് കഴിഞ്ഞു. ഈ ഹണിമൂൺ പീരീഡില് ഉള്ള സ്നേഹം വളരെ ഡീപ്പാണ്. ആ സമയത്ത് ഒരു തെറ്റൊന്നും ചെയ്താലൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി പ്രോബ്ലവുമായിട്ട് ഇടപെട്ട് സംസാരിച്ചപ്പോ എന്നോട് ആ പെങ്കൊച്ച് പറഞ്ഞു, സാറേ, ആദ്യ നാളില് ഞാനും ചായനും കൂടി കൈ കോർത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് എൻ്റെ അപ്പ എന്നെ പറഞ്ഞു പഠിപ്പിച്ചതും എൻ്റെ അപ്പയും അമ്മയും അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളുടെ ജീവിതം. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോ ഇച്ചായൻ എൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു. അപ്പൊ ഞാൻ ഇച്ചായന്റെ കയ്യിലെ ഇവിടെ പിടിക്കും. ഇവിടെ പിടിച്ചിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഞാനേ പ്രാർത്ഥിക്കുള്ളൂ. ഇച്ചായൻ പ്രാർത്ഥന നിർത്തി. കുറച്ചും കൂടി കഴിഞ്ഞപ്പോ എൻ്റെ ഇവിടുത്തെ പിടുത്തവും പിടിച്ചു. അങ്ങനെ ഡാഷ് കുറെ കാര്യങ്ങളങ്ങ് മുമ്പോട്ട് പോയി. ദൈവമക്കളെ, കൈ കോർത്ത് പിടിച്ച പിടുത്തം വിട്ടു, പിന്നെ കയ്യിൽ പിടിക്കുന്ന പിടുത്തവും വിട്ടു. അങ്ങനെ ഇപ്പൊ ജീവിതം പിടിവിട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിനാണ് ആദ്യ സ്നേഹം. ഇവിടെ ആരാണ് ആദ്യ സ്നേഹം? കർത്താവിനെ എഫേസോസിലെ സഭ സ്നേഹിച്ചപ്പോൾ നന്നായി സ്നേഹിച്ചു. അനന്തവിദൂര ഭാവിയിൽ അവർ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് അകന്നകന്നു പോയി. ദൈവസ്നേഹത്തിൽ അകലുന്നത് ദൈവം ചെയ്ത, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം,
ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നത് എപ്പോഴാണ്? ദൈവം ചെയ്ത നന്മകളെ അന്വേഷിക്കാതെ പോകുമ്പോഴാണ് ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നത്. ദൈവ സ്നേഹത്തിൽ നിന്ന് ദൂരെ ദൂരെ പോകും. ദൈവത്തെ ഓർക്കില്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് സ്മരിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകരുത്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് ഓർക്കാത്ത ഒറ്റ ദിവസം പോലും ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് കേട്ടോ. ഒറ്റ ദിവസം പോലും ഉണ്ടാകരുത്. യേശു എനിക്ക് വേണ്ടി ചെയ്ത വലിയ പ്രവൃത്തികളെ നാൾതോറും ഓർക്കുമ്പോഴാണ് അവനോടുള്ള സ്നേഹം നമ്മിൽ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തിനും ഏതിനും എപ്പോഴും ദൈവത്തെ വിളിച്ചിരുന്ന നമ്മൾ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്കതിന്റെ കാര്യമില്ല. സാമ്പത്തികമായ ഭദ്രതകൾ വന്നപ്പോൾ ആദ്യ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അല്പമാകുന്നു. കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടന്നപ്പോൾ നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ദൂരെ വന്നു. മക്കളൊക്കെ വിദേശത്ത് പോയി, കാശായി, പഴയ സ്ഥിതിയെല്ലാം മാറി ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാകുന്നു. മക്കളായി, കൊച്ചുമക്കളായി, വീട്ടിൽ നല്ല മേളമായി ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് അകന്നു. കൊച്ചുമക്കളെ നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചു. അവരെ വളർത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ വന്നു. നമ്മൾ പിന്നെ വീടായി, മക്കളായി, വീട്ടിലെ പണിയായി, അടുക്കളയായി, അടുക്കള പണിയായി. കർത്താവിനോട് ആദ്യ നാളിൽ ഉണ്ടായിരുന്ന സ്നേഹത്തിൽ നിന്ന് ഒലിച്ചുപോയി. ഒരു നാളിൽ രോഗിയായിരുന്ന സമയത്ത് നമ്മൾ ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്നതാണ്. ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ മുഖമുദ്രയായിരുന്നു. ആരാധനയും ദൈവത്തോടുള്ള സ്നേഹവും വളരെ ഇഴുകിച്ചേർന്ന് ഇഴചേർന്നിരുന്നു. എന്നാൽ രോഗം മാറി, സൗഖ്യമായി, മരുന്ന് വേണ്ട, ആരോഗ്യമായി, നേരെ പറമ്പിലേക്ക് ഇറങ്ങി. ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് നേരെയില്ല, കൂട്ടായ്മയ്ക്ക് നേരെയില്ല. നമ്മൾ കഠിനാധ്വാനിയായി മാറി. നമുക്കിപ്പോ ഇതിനൊന്നിനും സമയം കിട്ടാതെയായി. വൈകുന്നേരം ആകുമ്പോഴേക്കും നടുവേദന, കൈവേദന, കാലുവേദനയായി. കാരണം നേരം വെളുത്തപ്പോ തൊട്ട് പറമ്പിൽ കിടന്ന് കഠിനമായ പണിയിലാണ്. അധ്വാനിച്ച് കൈകാലുകൾക്ക് വേദന പിടിക്കും. വൈകുന്നേരം ആകുമ്പോൾ ക്ഷീണമാകും. കർത്താവേ, ഞാൻ പോയി കിടക്കുക കേട്ടോ, എന്റെ കാര്യമൊക്കെ നിനക്കറിയാലോ എന്നായി. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് പടിയിറങ്ങി പോകുന്ന ചിലരൊക്കെ ഇതിനകത്ത് കാണും. ഈ യാത്രയിലാണ്, ഇങ്ങനെ പോകുമ്പോഴാണ് ഇടയ്ക്കൊരു ഇടിയും, ഇടയ്ക്കൊരു തട്ടും, ഇടയ്ക്കൊരു മുട്ടും കിട്ടുമ്പോ അയ്യോ പത്തോ എന്ന് പറഞ്ഞ് ഓടി വരും. കർത്താവേ, ഞാൻ ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണുപോയി, അങ്ങയോടുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ അകന്നുപോയി, എന്നോട് ക്ഷമിക്കണമേ. അങ്ങനെ പറഞ്ഞ് ഓടി വരുമ്പോൾ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ടെന്ന് നിങ്ങൾ മറക്കരുത്. 3 കാര്യങ്ങളാണ് ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണുപോയവർക്ക് ഇവിടെ ഉപദേശിക്കപ്പെടുന്നത്. എന്താണ് ആ 3 കാര്യങ്ങൾ? 1, ഓർക്കണം. 2, മാനസാന്തരപ്പെടണം. 3, ആദ്യത്തെ പ്രവൃത്തി വീണ്ടും ചെയ്യണം. റിമെമ്പർ, റിപ്പന്റ് ആൻഡ് റിപ്പീറ്റ്. ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണുപോയവർ ഈ 3 കാര്യങ്ങൾ ചെയ്തെടുക്കണം. ആ നാളിലെ ആദ്യ നാളിലെ കാര്യങ്ങൾ ഓർക്കണം. ഫാമിലി പ്രശ്നങ്ങളുമായി ചിലർ വരുമ്പോ ഞാൻ അവരുടെ മുമ്പിൽ അവരുടെ കുടുംബജീവിതത്തിന്റെ ആദ്യകാലങ്ങൾ വിവരിച്ചു കൊടുക്കാറുണ്ട്, അവരോർക്കാനായിട്ട്. വിവാഹത്തിന് തുണിയെടുക്കാൻ പോയ സമയം മുതലുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ഓർപ്പിക്കും. ഒരുമിച്ച് നടന്നത്, ഒരുമിച്ച് യാത്ര ചെയ്തത്, ഒരുമിച്ച് കിടന്നത്, ഒരുമിച്ച് പറഞ്ഞത് എത്രയോ സന്തോഷോല്ലാസമായിരുന്നു. അപ്രകാരം തന്നെ നാമും കർത്താവുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെട്ട ആദ്യ നാൾ, വിശ്വാസ ജീവിതത്തെ കുറിച്ച് പറയുന്നത് ആദ്യത്തെ കാലങ്ങൾ കർത്താവിനോടുകൂടി പറക്കുകയാണ്. പറക്കുന്നവർക്ക് മാത്രമേ
ശക്തമായിട്ട് നടക്കാൻ കഴിയൂ. വിശ്വാസ ജീവിതത്തിൽ നടപ്പിന്റെ ഒരു കാലമുണ്ട്. നടക്കുന്നവരാണ് ഇരിക്കുന്നത്. അങ്ങനെ ആദ്യ നാളിൽ കർത്താവിനോടുകൂടെ പാറിപ്പറന്ന് വാനമ്പാടിയെ പോലെ യേശു കർത്താവിന് വേണ്ടി എല്ലാം ചെയ്യാൻ, എന്തും പ്രവർത്തിക്കാൻ ഉള്ള തീഷ്ണത. ഈ മക്കളെ, നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ നാളിൽ ആ സിസ്റ്റേഴ്സിനോടുള്ള ബന്ധത്തില്, ജയിലിലടയ്ക്കപ്പെട്ട സിസ്റ്റേഴ്സിനോടുള്ള ബന്ധത്തില് ബജറംഗ് ദളിന്റെ പ്രവർത്തകർ കാണിക്കുന്ന ആവേശം ഞാൻ കണ്ടു. എന്തിനു വേണ്ടി? നിർജീവമായ ഒരു വിശ്വാസത്തിന് വേണ്ടി, നിർജീവമായ ഒരു ഇസത്തിന് വേണ്ടി അവർ കാണിക്കുന്ന ആ തീഷ്ണത. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയെ മനുഷ്യ ബോംബിനാൽ കൊന്നു. നമുക്കറിയാം. ആ പദ്ധതി ഒരു ദിവസം കൊണ്ട് ആസൂത്രണം ചെയ്തതല്ല. 6 മാസത്തെ പ്രോജക്റ്റ് ആയിരുന്നു അത്. അതിനു വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ അവർ തയ്യാറാക്കി. സ്വയം മരിക്കാൻ തയ്യാറായി. ഞാൻ മരിച്ചാലും മറ്റൊരുത്തൻ ജീവിക്കരുത്. എന്താണ് ആ ചിന്ത? വളരെ നിർജീവമായ ഒരു ഇസത്തിന് വേണ്ടി, ഒരു ചിന്തയ്ക്ക് വേണ്ടി, ഒരു എത്തിക്സിന് വേണ്ടി, നിർജീവമായ യാതൊരു നന്മയുമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കാൻ തയ്യാറാകുമ്പോ, മരിച്ചാലും പ്രതിഫലമുള്ള, മരിച്ചാലും അനുഗ്രഹിക്കപ്പെടുന്ന, നമ്മൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി ഒരുവൻ മരിച്ചിരിക്കെ അവന്റെ മരണത്താൽ നമുക്ക് ജീവൻ ലഭിക്കുകയും അവന്റെ മരണത്താൽ നിത്യത വാഗ്ദാനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടും ആ കർത്താവിന് വേണ്ടി ത്യാഗം ഏറ്റെടുക്കാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ അതാണ് പരാജയം. യേശുക്രിസ്തുവിനെ ആദ്യം കണ്ടുമുട്ടുമ്പോൾ മുതലുള്ള അവനോടുള്ള സ്നേഹമാണ് ആദ്യ സ്നേഹം. അത് വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആദ്യം എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടിയത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. മലീമസമായ ജീവിതത്തിൽ കൂടെ ജീവിച്ചു വന്നിരുന്ന എന്നെ എൻ്റെ കർത്താവ് കണ്ടു, ഇഷ്ടപ്പെട്ടു. അവൻ എനിക്ക് വലം കൈ തന്നു. ജീവിതത്തിൽ ആദ്യം എന്നെ ഇഷ്ടമാണെന്ന് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞ ആ നാൾ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ദിവസം ഓർമ്മയുണ്ടോ? അന്ന് മുതൽ തലയിൽ കയറ്റി കൊണ്ടു നടന്ന നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്യുന്നതും പറയുന്നതും എല്ലാം ക്ഷമിച്ചും കണ്ണുനീർ തൂകുമ്പോൾ നമ്മുടെ കണ്ണുനീരിനെ വടിച്ചു മാറ്റിയും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി തന്നു പിറകെ നടന്ന് സ്നേഹിച്ച ആദ്യ നാളിലെ കർത്താവിന് എന്നോടുള്ള സ്നേഹം, എനിക്ക് എൻ്റെ കർത്താവിനോടുള്ള സ്നേഹം, നിങ്ങൾ ഈ സ്ക്രീനിന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ സ്വയം ചിന്തിച്ചു നോക്കണം. എന്തുമാത്രം ശുശ്രൂഷകൾ അവന് വേണ്ടി ചെയ്തു, എന്തുമാത്രം ആരോഗ്യം അവന് വേണ്ടി ചെലവിട്ടു. അവന് വേണ്ടി എന്തും ചെയ്യാൻ മനസ്സായിരുന്നല്ലോ, അവന് വേണ്ടി എന്തും കൊടുക്കാൻ മനസ്സായിരുന്നല്ലോ. അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ നമുക്ക് മനസ്സായിരുന്നല്ലോ. ദൈവമക്കളെ സ്നേഹിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി രാവും പകലും അധ്വാനിച്ച അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ? എനിക്കറിയില്ല. ദൈവമക്കളെ, നമ്മുടെ കർത്താവിന് വേണ്ടി അധ്വാനിച്ച നാളുകൾ. ഞാൻ താമസിക്കുന്നത് വലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്.
വലമ്പൂരിന്റെ പ്രദേശത്ത് 1987 മുതലുള്ള കാലയളവുകളിൽ രാത്രി 10 മണി വരെ യോഗം. 10 മണി കഴിഞ്ഞാൽ കള്ളുകുടിയന്മാരുടെ വീടുകൾ കയറും. ധാരാളം ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. രാവും പകലും കഠിനാധ്വാനം ചെയ്ത സ്ഥലം. വെറുതെ നടന്നു പോകുമ്പോൾ ചിലരെ കാണുമ്പോൾ എല്ലാം ഓർമ്മ വരും. നമ്മൾ അധ്വാനിച്ച മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കും. ഞാനും ജോസും കൂടി മല്ലപ്പള്ളിക്ക് പോയപ്പോ പറഞ്ഞു, ദീർഘനാളുകൾ ബൈക്കിൽ 100, 110, 120 കിലോമീറ്റർ വൺ സൈഡ് ബൈക്ക് ഓടിച്ചു പോയി സുവിശേഷ യോഗം നടത്തി കടന്നു പോകുന്ന നാളുകൾ. ദൈവമക്കളെ, ആ കർത്താവിനോടുള്ള അചഞ്ചലമായ സ്നേഹം, അവൻ എന്നെ സ്നേഹിച്ചതുകൊണ്ട് മറിച്ച് അവന് കൊടുക്കാൻ എൻ്റെ കയ്യിലുള്ള പണമല്ല, യേശുവിനോടുള്ള സ്നേഹം, സ്നേഹിക്കുന്നവന് വേണ്ടി എന്തും ചെയ്യാനായിട്ടുള്ള മനോഭാവം. ആകയാൽ ഞാൻ ആ ഭാഗം പറഞ്ഞിങ്ങനെ ഉപസംഹരിക്കുകയാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവർ സ്നേഹത്തിൽ നിന്ന് വീണുപോയി എങ്കിൽ പഴയ കാലങ്ങൾ ഓർക്കണം, മാനസാന്തരപ്പെടണം, തിരിച്ചു വരണം, ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം, യേശുവിനെ ചേർത്ത് പിടിക്കണം. എന്റെ കർത്താവ് എന്റെ സ്വന്തമാണ്, ഐ ലവ് യു ജീസസ് എന്ന് അവനോട് പറയണം. നിന്നെ വിട്ടുപോയ കാലങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിന്നോടുള്ള തീരുമാനത്തിൽ നിന്ന് അകന്നു പോയത് നീ എന്നോട് ക്ഷമിക്കണം. മടങ്ങി വരൂ, മടങ്ങി വരൂ, മടങ്ങി വരൂ. പറ്റുന്നത് പോലെ അവനോട് ചേർന്ന് നിൽക്കണം. 5-ാം നൂറ്റാണ്ടിന് ശേഷം എഫേസോസിലെ പട്ടണം തകർന്നു പോയി ദൈവമക്കളെ. ഇന്ന് അവിടെ ഒരു ക്രിസ്തീയ സഭയില്ല. കർത്താവിന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ സഭകൾക്ക് സംഭവിക്കുന്ന ഇതാണ്. അവനെ ഓർക്കുകയും മാനസാന്തരപ്പെടുകയും മടങ്ങി വരികയും ചെയ്തില്ലെങ്കിൽ നിന്റെ നാശമാണ് ഫലം. നിന്റെ നാശമാണ് ഫലം. അത് വളരെ അപകടകരമാണ്. AD 70 മുതൽ 170 വരെയുള്ള വർഷങ്ങളെ എഫേസോസ് സഭാ കാലയളവ് എന്ന് പരിഗണിക്കുന്നു. എല്ലാ കാലയളവിലും ഇതേ നിലവാരത്തിലുള്ള സഭകൾ ഉണ്ട്. ഈ നിലവാരത്തിലുള്ള സഭകൾ എല്ലാ കാലയളവിലും ഉണ്ട്. പക്ഷേ സഭാ കാലയളവുകളായ ഈ 7 സഭയുടെ സന്ദേശത്തിന്റെ കാലയളവ് എഫേസോസ് സഭാ കാലയളവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. AD 70 മുതൽ തീത്തോസ് കൈസർ സഭയെ ചിതറിച്ചു, യഹൂദനെ വാടപോരി, യെരുശലേം ചുട്ടരിച്ചു. അങ്ങനെ ചിതറിപ്പോയ ഒരു സമൂഹം. അതിന് നടുവിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ അവർ പിടിച്ചു നിന്നു. പിൽക്കാലത്ത് ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. ഏറെ ഗുണങ്ങളുണ്ടെങ്കിലും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് വീണുപോയ സഭയാണ് എഫേസോസ് സഭ. ഒത്തിരി നന്മകൾ പറയാനുണ്ടെങ്കിലും നിക്കോദേമോസിനോട് പറഞ്ഞതുപോലെ നീ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു, പക്ഷെ നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളത് വിറ്റ് നീ ദരിദ്രന്മാർക്ക് കൊടുക്കുക. പണത്തോടുള്ള പറ്റുമാനം, ആ ദ്രവ്യാഗ്രഹം വിട്ട് നീ കടന്നു വരണം. ഇന്ന് രാവിലെ ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ, പ്രിയപ്പെട്ടവരെ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഞാൻ വീണുപോയിട്ടുണ്ടോ? യേശുവിന്റെ നാമത്തിൽ സകലതും സഭനെയും സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.